ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത്, ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ അതോടെ കഷ്ടകാലം തീരും. നിങ്ങൾ ചെയ്തു നോക്കുക. ലളിതമായ കാര്യമാണ്, ഏതൊരു സാധാരണക്കാർക്കും ചെയ്യാവുന്ന കാര്യമാണ്, ഒരുപാട് ജീവിതങ്ങൾ മാറിയ കാര്യമാണ്. നിങ്ങൾ ചെയ്തു നോക്കുക. എല്ലാവിധ ജീവിതത്തിൽ ഇതുവരെ നടക്കാത്ത കാര്യങ്ങൾ, തടസ്സപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടാനും കടബാധ്യതകൾ മാറാനും ജീവിതത്തിലെ എല്ലാവിധ ദുരിതങ്ങളെയും മാറ്റുന്ന ഒരു ലളിതമായ കാര്യമാണ്. ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. നിങ്ങൾ കേൾക്കുക. ആദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്, ലളിതമായ കാര്യമാണ്. പറയുന്ന കാര്യം വീഡിയോ മുഴുവൻ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അതോടെ നിങ്ങളുടെ ദുരിതങ്ങളെല്ലാം തീർന്നു. കഷ്ടകാലം പിന്നെ തീർന്നു. വീട്, ഭൂമി, സമ്പത്ത്, ഐശ്വര്യം, തൊഴില്, ഉയർച്ച, പ്രമോഷൻ, സാമ്പത്തിക വിജയങ്ങളെ സർവ്വ കാര്യങ്ങളും തടസ്സം മാറി നടക്കുക ഒക്കെ ഉപകരിക്കും. ലളിതമായ കാര്യമാണ്. ഒന്ന് കേട്ടു നോക്കുക. അപ്പം അത് കേട്ടിട്ട് നിങ്ങൾക്കത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ പറയുന്ന മുഴുവൻ കേൾക്കണം. എന്നിട്ട് നിങ്ങൾക്ക് അത് പറയുന്ന ആ രീതിയിലൊന്ന് ആവർത്തിച്ച് നോക്കുക. അതായത് 7 ദിവസം ചെയ്താൽ മതി, 7 തവണ ചെയ്താൽ മതി. അപ്പോൾ അത് ലളിതമായ കാര്യമാണ്, വലിയ കാശ് മുടക്കുള്ള കാര്യമൊന്നുമല്ല, ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. ഭദ്രകാളിയുടെയാണ്. ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. ഇത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയുകയാണ്, നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. പറ്റുന്നവർക്ക്, ഒരുപാട് മെസ്സേജുകളുണ്ട്, പറ്റുന്നവർക്ക് റിപ്ലൈ തരും. ചെയ്യുന്ന രീതി പറയും. ആ രീതി കേട്ടിട്ട്, നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ, അത് കേട്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് ചെയ്യാമല്ലോ, ചെയ്യാതിരിക്കാം. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാണാനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിനും തീരുന്നില്ല. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾ പലയിടത്തും പോയി പലതും ചെയ്തു, രക്ഷയില്ല. അത്യാവശ്യ കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയാവുള്ളൂ, ന്യായമായ സത്യസന്ധമായ കാര്യമായിരിക്കണം. ഒരുത്തനോട് പാര വെക്കുന്ന കാര്യമോ പ്രേമ വിഷയങ്ങളോ ഒന്നും എന്നോട് പറയേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ജോലിയിൽ ഉയർച്ച, രക്ഷപ്പെടണം, എന്തെങ്കിലും നല്ല ഒരു അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒരു സാമ്പത്തിക അഭിവൃദ്ധി, അല്ലെ ഏത് കാര്യം, തൊഴിൽ ഉയർച്ച, അങ്ങനെയുള്ള കാര്യമായിക്കോട്ടെ, ആരെയും ദ്രോഹിക്കുന്നോ പാര വെക്കുന്നോ എന്ന് എന്നോട് ചോദിക്കുകയും ചെയ്ത് പ്രേമ വിഷയങ്ങളും ചോദിക്കരുത്. അതൊക്കെ അവനവൻ്റെ വ്യക്തിപരമായ കാര്യം. നിങ്ങളുടെ ഉയർച്ചയ്ക്കുള്ള എന്ത് ഒരു തടസ്സം ഉണ്ടെങ്കിലും അതിനുള്ള കാര്യം എന്നോട് ചുരുക്കി ചോദിച്ചാൽ എനിക്കറിയാവുന്ന നല്ല കാര്യം പറഞ്ഞു തരും. അതിന് ഫീസൊന്നുമില്ല കേട്ടോ. പറയുന്ന ആത്മാർത്ഥമായിട്ടേ പറയത്തുള്ളൂ, ലളിതമായ കാര്യമേ പറയത്തുള്ളൂ. അതൊക്കെ ചെയ്തവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇനി വീഡിയോയിലേക്ക് വരാൻ എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക, എന്നിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക. നിങ്ങളുടെ ജീവിതം അതോടെ മാറും, ഒരു സംശയം വേണ്ട. ഇപ്പം ഇന്ന് എനിക്ക് വാട്സപ്പിൽ ഒരാളൊരു ഫോട്ടോ ഒക്കെ അയച്ചു തന്നു. ഒരു കുറേ വണ്ടിയുടെ ബിസിനസ് പരിപാടി അയച്ചു തന്നു. അവർക്ക് ഇഷ്ടംപോലെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. വലിയൊരു സന്തോഷമാണ്. ഇതൊക്കെ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ചെയ്തു, പിന്നെ അവരും ആത്മാർത്ഥമായിട്ട് ചെയ്തു. അങ്ങനെ വലിയ ഉയർച്ച ഉണ്ടായ എത്രയോ ആളുകളുണ്ടെന്നറിയോ. വളരെ സന്തോഷം ഉള്ള കാര്യങ്ങളാണ് ഇതെല്ലാം, നല്ല കാര്യങ്ങളാണ്. നിങ്ങളും ചെയ്ത് നോക്കുക. ശ്രദ്ധിച്ചു കേട്ടോണോ. 7 വെള്ളിയാഴ്ചകൾ, നമ്മുടെ ഒരു മാസത്തിന് 4 വെള്ളിയാഴ്ച ഉണ്ടല്ലോ, അങ്ങനെ 7 വെള്ളിയാഴ്ച അടുപ്പിച്ച്, 7 കറുത്തവാവ് അടുപ്പിച്ച്, ഒരു നെയ്വിളക്ക് മാത്രം. ഒരു നെയ്വിളക്കിന് എന്നാ പൈസയാവും? 15 രൂപ 20 രൂപ ക്ഷേത്രത്തിൽ കിട്ടുന്ന ഒരു നെയ്വിളക്ക് മാത്രം വൈകുന്ന പാട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ഞാൻ പറയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അത് മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ. ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ സമർപ്പിച്ചു നോക്കുക. പിന്നെ ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ 7 വെള്ളിയാഴ്ച അടുപ്പിച്ച് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ പറ്റുന്ന അത്ര ചെയ്തിട്ട് ബാക്കി അത് കൂട്ടി എണ്ണിയാൽ മതി. അതിൻ്റെ അത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു തവണ പോലും ചെയ്തുള്ളതിലും ആത്മാർത്ഥമായിട്ട് ചെയ്യുക. പിന്നെ ഇടയ്ക്ക് തടസ്സപ്പെട്ടെങ്കിൽ ആ തടസ്സപ്പെട്ട് കഴിഞ്ഞ് ചെയ്യുന്നത് പഴയതിൻ്റെ കൂടെ കൂട്ടിയിട്ട് അങ്ങ് ചെയ്താൽ മതി കേട്ടോ. അതിനൊന്നും കുഴപ്പമില്ല. മനസ്സമ്മയെ ചൊല്ലണം. 7 വെള്ളിയാഴ്ചകളും 7 കറുത്തവാവും ചെയ്ത് നിർത്താം. 7 വെള്ളിയാഴ്ച വൈകിട്ട് നെയ്വിളക്ക് ഭദ്രകാളിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അപ്പം ഭദ്രകാളിക്ക് വൈകിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ജീവിതം മാറും കേട്ടോ. അത് മുഴുവൻ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ. ഒരു മന്ത്രം കൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ആ മന്ത്രത്തിനകത്തൊരു രഹസ്യമുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. പിന്നെ ഈ 7 കറുത്തവാവും അടുപ്പിച്ച് ചെയ്യണം. മാസത്തിൽ 1 ആ കറുത്തവാവ് വരുന്നത്. കറുത്തവാവിൻ്റെ അന്ന് വൈകിട്ട് ചെയ്യണം. നെയ്വിളക്ക് ഭദ്രകാളിക്ക് സമർപ്പിക്കുക.
അപ്പോൾ ഭദ്രകാളിക്ക് ഏഴാമത്തെ കർത്തവാവിന് ശ്രദ്ധിച്ചു കേട്ടോണം, ഏഴാമത്തെ കർത്തവാവിന് ഈ നെയ്വിളക്കിൻ്റെ കൂടെ അമ്മയ്ക്ക് ഒരു സെറ്റ് മുണ്ടും കൂടെ സമർപ്പിക്കണം. സെറ്റും മുണ്ടും കൂടെ സമർപ്പിക്കണം. അതിൻ്റെ അകത്ത് കാര്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. പിന്നെ വൈകിട്ടുള്ള നിവേദ്യം ഏതാന്ന് വെച്ചാൽ കടുംപായസം ഉണ്ടെങ്കിൽ കടുംപായസം തന്നെ കൊടുക്കുക. ഈ നെയ്വിളക്കിൻ്റെ കൂടെയാണ്. ചുവന്ന പൂക്കൾ കൊണ്ട് ഒരു മാലയും കൂടെ കൊടുക്കുക. പിന്നെ പറ്റുന്നവർ ചുറ്റുവിളക്ക് തെളിയിക്കുക. ഇനി അതിന് നമുക്ക് നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ, അതായത് ചുറ്റുവിളക്കിന് എണ്ണ എന്ന് അമ്മയോട് പറഞ്ഞ് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സമർപ്പണം കുറച്ച് എത്രയാന്ന് വെച്ചാൽ ഒരു എള്ളെണ്ണ മേടിച്ച് ഇത് ചുറ്റുവിളക്കിന് വേണ്ടി ഞാനിവിടെ നടക്കി വെക്കുന്നു എന്ന് പറഞ്ഞു വെക്കുക. മനസ്സിൽ പറഞ്ഞ് അമ്പലത്തിൽ എടുത്തോട്ടും ചുറ്റുവിളക്ക് കത്തിക്കുന്നതിനൊക്കെ എടുക്കുക. നമ്മളവിടെ നടക്കി സമർപ്പിക്കുക. ചുറ്റുവിളക്ക് ചെറിയ ഭദ്രകാളി ക്ഷേത്രമൊക്കെ ആണെങ്കിൽ നിങ്ങളെ കൊണ്ട് സാമ്പത്തികം ഉണ്ട്, ചുറ്റുവിളക്ക് തെളിയിക്കുക. ഇല്ലാത്തവർ ചുറ്റുവിളക്കെന്ന് സങ്കല്പിച്ച് നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ 1/2 ലിറ്ററോ 1 ലിറ്ററോ നിങ്ങൾക്ക് പറ്റുന്ന പോലെ എള്ളെണ്ണ ഒരു കന്നാസിനകത്തോ കുപ്പിക്കകത്തോ അവിടെ നടക്കി സമർപ്പിച്ചാൽ മതി. ഇത് ചുറ്റുവിളക്കിന് വേണ്ടി സമർപ്പിക്കുന്നതെന്ന് പറഞ്ഞു നിങ്ങൾ സൗകര്യം പോലെ ചെയ്യുക. അപ്പം ഇത് ഏഴാമത്തെ കർത്തവാവിന് ചെയ്യണം. 7 കർത്തവാവും നെയ്വിളക്ക് കൊടുക്കണം. 7 വെള്ളിയാഴ്ചയും നെയ്വിളക്ക് കൊടുക്കണം. വൈകുന്നപാട് ചെയ്യണം. അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾ ജപിക്കേണ്ട ഒരു മന്ത്രമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്ത് ചില കാര്യങ്ങളുണ്ട്, ശ്രദ്ധിച്ച് കേട്ടോണം. ഇത് കേട്ട് കഴിഞ്ഞേ നിങ്ങൾ ചെയ്യാവുള്ളൂ കേട്ടോ. ഭദ്രകാളി വിചാരിച്ചാൽ മാറ്റാൻ പറ്റാത്തതായി ലോകത്ത് യാതൊന്നുമില്ല. ശ്രദ്ധിച്ചു കേട്ടോണം. ഭദ്രകാളി ഇപ്പം ഞാനെല്ലാം നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്നും ഈ ഞാനിരിക്കുന്ന 4 കോടി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് എന്നെ കാണാൻ പല ആളുകളും വരുന്നുണ്ട്. അത് നേരത്തെ വിളിച്ച് ചോദിച്ചിട്ടാണ് വരുന്നത്, നേരത്തെ പറഞ്ഞിട്ടാണ്. കാരണം അല്ലെ ചിലപ്പം നമുക്ക് സമയം കാണുന്നില്ലല്ലോ. എന്തുകൊണ്ടാണെന്നറിയോ, ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്ത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ടാണ്. ഇതുപോലുള്ള ലളിതമായ കാര്യങ്ങൾ ന്യൂസിലൻഡിൽ നിന്ന്, കാനഡയിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, ഇനിയിപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് ഒക്കെ വരുന്നുണ്ട്. അത് ഈ കൊച്ചു ഗ്രാമം ഞാൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് മറ്റൊന്നും കൊണ്ടല്ല, നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അവർക്ക് മാറ്റമുണ്ടായി. പിന്നെ നമ്മുടെ വെള്ളിയാഴ്ചകൾ ഞാനിവിടെ രാവിലെ തൊട്ട് ഉച്ച വരെ ഇരിക്കും. അപ്പം അതറിയാവുന്നവരും നമ്മുടെ വീഡിയോ കാണുന്നവരും ഒക്കെ വരുന്നുണ്ട്. അപ്പം എനിക്കറിയാം നല്ല കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഇത് ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം കാനഡയിൽ ഈയിടെ ഒരു കുട്ടിക്ക് ജോലി കിട്ടി, വലിയ സന്തോഷമാണ്. ഇവിടെ പല ജോലിയൊക്കെ കിട്ടാതെ തടസ്സപ്പെട്ടതെന്ന് ജോലി കിട്ടി, അവരെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അപ്പം അതിൻ്റെ ശമ്പളത്തിൻ്റെ ആദ്യത്തെ ഒരു ചെറിയൊരു ഇത് എനിക്ക് ഗൂഗിൾ പേ ചെയ്തു തന്നു. ഞാൻ അറിഞ്ഞു പോലുമില്ല, ഞാൻ പറഞ്ഞിട്ടുമില്ല, എനിക്കത് ഇഷ്ടമല്ല. പക്ഷെ നിരാകരിക്കരുതെന്ന് അവരുടെ ആ സന്തോഷം. അപ്പം നോക്കുക എത്ര മാറ്റങ്ങളാവും. ഞാൻ പറഞ്ഞില്ല, ഇന്ന് എനിക്ക് വാട്സപ്പിൽ ഒരാളൊരു പടം ഇട്ടു, കുറേ വണ്ടികൾ അവർ വാങ്ങിച്ച വണ്ടികളാണ്, അതൊരു വണ്ടികളുടെ പരിപാടി. അപ്പം അവരൊക്കെ ആ നിലയിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ ഞാനീ പറയുന്ന പല കാര്യങ്ങളും ചെയ്താണ്. എത്രയോ ആളുകളുടെ ജീവിതം മാറിയിരിക്കുന്നു. അപ്പം ഇതുപോലുള്ള കാര്യം പറയുന്നത് അത്ര വിശദമായിട്ട് ഞാൻ പറഞ്ഞതുകൊണ്ടും അത്ര നല്ല കാര്യമായതുകൊണ്ടും അത്ര ശക്തിയുള്ള കാര്യമായതുകൊണ്ടാണ് ആളുകളുടെ ജീവിതം മാറുന്നത്. അപ്പം എന്തുകൊണ്ട് വെള്ളിയാഴ്ച ചെയ്യാൻ പറഞ്ഞു, വെള്ളിയാഴ്ച വൈകിട്ട് ചെയ്യാൻ പറഞ്ഞു, എന്നാൽ പിന്നെ രാവിലെ ചെയ്യാൻ പറഞ്ഞാൽ പോരായിരുന്നോ? ഇപ്പം ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. നിസ്സാരമായിട്ട് നിങ്ങൾ വെള്ളിയാഴ്ച വൈകിട്ട് ഭദ്രകാളിക്ക് ഒരു നെയ്വിളക്ക് മാത്രം കത്തിച്ച് പ്രാർത്ഥിച്ചു നോക്കുക. ക്ഷേത്രത്തിൽ കിട്ടുന്ന 15-20 രൂപയുടെ നെയ്വിളക്ക്, ജോലി കിട്ടും, ജീവിതം മാറും. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളെല്ലാം അങ്ങ് മറക്കണം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്. എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ടും ഭദ്രകാളി ചെല്ലത്തുള്ളൂ. എന്നിട്ട് പ്രാർത്ഥിച്ച് നടക്കി വെച്ചു കഴിഞ്ഞാൽ അതേക്കുറിച്ച് ഉടനെ ചിന്തിക്കരുത്. ഉടനെ ചിന്തിച്ചാൽ അത് ഡൗട്ടുള്ളതുകൊണ്ടാണ്. അങ്ങനെ ചെയ്യേണ്ട രീതിയുണ്ട്. അല്ലാതെ ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയെ വിശ്വസിക്കണം, പിന്നെ നിങ്ങളുടെ പരിശ്രമിക്കുകയും കൂടെ ചെയ്യണം. വെള്ളിയാഴ്ചകൾ വൈകുന്നപാട് ഭദ്രകാളിക്ക് നെയ്വിളക്ക് തെളിയിച്ചു പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ജീവിതം മാറും. ഇനിയും കർത്തവാവും. ഞാൻ പറഞ്ഞ 7 വെള്ളിയാഴ്ച 7 കർത്തവാവുക. ഈ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരു വെള്ളിയാഴ്ചയല്ല, അടുപ്പിച്ചുള്ള 7 വെള്ളിയാഴ്ച. കർത്തവാവ് എന്ന് പറഞ്ഞാൽ 7 മാസത്തിൽ ഒരു കർത്തവാവേ ഉള്ളൂ. അങ്ങനെയാണ്. അപ്പം ഈ കർത്തവാവിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? കർത്തവാവിന് ഭദ്രകാളിയെ വിളിച്ചാൽ ഭദ്രകാളി നടത്തി തരാത്തതായിട്ട് ഒരു കാര്യങ്ങളുമില്ല. പണ്ട് കാലത്ത് ഈ മാന്ത്രിക ആചാര്യന്മാരും അവരൊക്കെ കർത്തവാവിൻ്റെ ദിവസം വളരെ പ്രയോജനപ്പെടുത്തുമായിരുന്നു. അത് പല മാന്ത്രികമായ കാര്യങ്ങൾ കുറിച്ച് ഗവേഷണം ചെയ്യുന്നവർക്കറിയാം. കർത്തവാവിൻ്റെ ദിവസം ഭദ്രകാളിയെ അവർ പല കാര്യങ്ങളും വിളിച്ച് പല കാര്യങ്ങളും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം,
ഭദ്രകാളി നല്ല രീതിയിൽ അമ്മയെ ഏറ്റവും ഭക്തിയോടെ വിശ്വാസത്തോടെ വിളിക്കുന്നവർക്ക് അമ്മ എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കും. അമ്മയെ നമ്മൾ അമ്മയെ ഒരിക്കലും ഈ നമ്മളെപ്പോഴും അമ്മയുടെ ദാസനായിട്ടേ വിളിക്കാവുള്ളൂ. പറഞ്ഞ മനസ്സിലായല്ലോ. അങ്ങോട്ടൊന്നും ആജ്ഞാപിക്കാൻ പാടില്ല. അങ്ങനെ അമ്മയ്ക്കൊരു രഹസ്യമുണ്ട്. അങ്ങനെ ആജ്ഞാപിച്ചാൽ പിന്നെ അമ്മ പഴയ പോലെ അനുഗ്രഹിക്കത്തില്ല. നമ്മൾ ദാസനായിട്ട് വിളിക്കാവുള്ളൂ. ഒന്നും വേണ്ട. യോഗാനന്ദ പരമഹംസൻ അദ്ദേഹം ഭദ്രകാളി അമ്മയെ ദിവ്യ മാതാവ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുള്ളതായിട്ട് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി പറയുന്നുണ്ട്. അപ്പോൾ ഭദ്രകാളി അമ്മയെ കൊണ്ട് പിന്നെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്ത ആളുകളുടെ ഉണ്ട്. അപ്പോൾ ആധാരം എഴുതാൻ തടസ്സപ്പെട്ട ആധാരം എഴുതിയതും, ജോലി കിട്ടിയതും, കേസ് ജയിച്ചതും, സ്ഥലം മേടിച്ചതും ഒക്കെ ഭദ്രകാളി അമ്മയുടെ കാര്യങ്ങൾ ചെയ്ത് തന്നെയാണ് ഞാൻ ഈ എത്രയോ വീഡിയോകളിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഭദ്രകാളി അമ്മയ്ക്ക് വിചാരിച്ചാൽ നടത്താൻ പറ്റാത്തതായിട്ട് ഒരു കാര്യമില്ല. ഭദ്രകാളിയെ കർത്തവാവിൻ്റെ ഒന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഏത് കാര്യത്തിനും മാറ്റം ഉണ്ടാകും. നിങ്ങളുടെ ദുരിതങ്ങൾ മുഴുവൻ മാറും. അതൊരു സാമ്പത്തിക ദുരിതങ്ങളായിക്കോട്ടെ, കുടുംബ ദുരിതങ്ങളായിക്കോട്ടെ, ശാപദോഷങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ കടബാധ്യതകളായിക്കോട്ടെ, നിങ്ങളുടെ എല്ലാ ദുരിതങ്ങളും മാറിക്കിട്ടും എന്നുള്ളതാണ്. ഈ കർത്തവാവിൻ്റെ വൈകിട്ട് അമ്മയ്ക്ക് ഒരു നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. ഇതെല്ലാം അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്താൽ മതി. ഇനിയും നിങ്ങളൊരു മന്ത്രവും കൂടെ, ഈ 7 വെള്ളിയാഴ്ച 7 കർത്തവാവിനും നിങ്ങൾ സൂര്യോദയത്തിന് മുമ്പ് മുതൽ ശ്രദ്ധിച്ച് കേട്ടോണം. രാവിലെ 6:30 മുമ്പ് മുതൽ എപ്പം വേണമില്ല, 6:30 മുമ്പ് എപ്പോൾ വേണമെങ്കിലും തുടങ്ങാം. ആ സൂര്യോദയത്തിന് മുമ്പ് മുതൽ ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയെ നമഃ ഈ മന്ത്രം ആദ്യം രാവിലെ ജപിച്ചു തുടങ്ങുമ്പോൾ ഒരു അല്പനേരം കൊണ്ട് ജപിക്കണം. അതിനുശേഷം മനസ്സിൽ ജപിക്കുക. പിന്നെ ആഹാരം കഴിക്കുന്നതിന് മുമ്പേ, വെള്ളം കുടിക്കുന്നതിന് മുമ്പേ, ഫ്രീ ആയിട്ടിരിക്കുമ്പോഴേ, ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പേ, അവസാനിക്കുമ്പോഴേ ഒക്കെ ഈ മന്ത്രം മനസ്സിൽ ജപിക്കണം. എന്ന് വെച്ചു നമ്മൾ റോഡിൽ കൂടെ നടക്കുമ്പോഴോ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലോ ഒന്നും വേണ്ട. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും പിന്നെ ഞാൻ ഈ പറഞ്ഞ സമയങ്ങളിലും ആഹാരം കഴിക്കുന്നതിന് മുമ്പും വെള്ളം കുടിക്കുന്നതിന് മുമ്പും ഇടയ്ക്ക് വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ മനസ്സിൽ എത്രയും ജപിക്കാമെന്ന് അത്രയും ജപിക്കുക. ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയെ നമഃ. ഹ്രീം എന്നുള്ള ഹായ കാ ജപിക്കരുത് കേട്ടോ. അതുപോലെ തന്നെ കർത്തവാവിനും സൂര്യോദയത്തിന് മുമ്പ് തുടങ്ങി നിങ്ങൾ ഈ മന്ത്രം ആഹാരം കഴിക്കുന്നതിന് മുമ്പേ, വെള്ളം കുടിക്കുന്നതിന് മുമ്പേ, ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പേ, ഒരു കാര്യം അവസാനിക്കുമ്പോഴേ, വെറുതെ ഇരിക്കുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ ജപിക്കണം. രാവിലെ ഒരു കുറച്ച് സമയം കൊണ്ട് ജപിച്ച ശേഷം മനസ്സിൽ ജപിക്കണം. അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും. ശ്രദ്ധിച്ച് കേട്ടോണം. ആരും പറഞ്ഞു തരാത്തൊരു കാര്യമാണ് പറഞ്ഞു തരുന്നത്. ഓം ഐം ക്ലീം സൗ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അതിനെക്കുറിച്ച് ഇടയ്ക്ക് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വലിയ വലിയ തലങ്ങളാണ്. അതവിടെ നിൽക്കട്ടെ. ഹ്രീം എന്നൊരു ബീജമുണ്ട് ഇതിൻ്റെ അകത്ത്. ഓം ഐം ക്ലീം സൗ ഹ്രീം. ഈ ഹ്രീം എന്നുള്ള ബീജത്തിനകത്ത് നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള ശക്തിയുണ്ട്. നിങ്ങളുടെ ഏത് ആഗ്രഹവും സാധിച്ചു തരാനുള്ള ശക്തി ഈ ഹ്രീമിനകത്തുണ്ട്. നമുക്കത് മതി. നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടണം. അത്രയും ചിന്തിച്ചാൽ മതി. ഓം ഐം ക്ലീം സൗ ഒക്കെ ഉപാസകന്മാരും യോഗിമാരും മഹർഷിമാരും ദിവ്യന്മാരും ഒക്കെയാണ് അത് പ്രയോജനപ്പെടുത്തുന്നത്. അതിൻ്റെ ജ്ഞാനത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എങ്കിലും ഞാൻ പല വീഡിയോകളിലായിട്ട് കുറച്ച് കാര്യങ്ങൾ അല്പാൽപ്പം ജ്ഞാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയെ നമഃ. അപ്പോൾ ആ ഹ്രീം എന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരാൻ ശക്തിയുള്ള ഒരു ബീജമാണ്. അപ്പോൾ നിങ്ങൾ ഈ മന്ത്രം മുഴുവൻ ജപിക്കണം. ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയെ നമഃ എന്നാൽ മുഴുവനാണ് ജപിക്കേണ്ടത്. ആദ്യം കൊണ്ട് ജപിക്കണം, പിന്നെ മനസ്സിൽ ജപിക്കണം. അപ്പം ഇതിൽ ജപിച്ചു വരുമ്പം ഓം ഐം ക്ലീം സൗ ഹ്രീം എന്ന് പറയുമ്പം ആ മന്ത്രം കൊണ്ട് ജപിക്കുമ്പോഴും മനസ്സുകൊണ്ട് ജപിക്കുമ്പോഴും ആ അക്ഷരം വരുമ്പോൾ മനസ്സുകൊണ്ട് അതിലൊന്ന് ലയിക്കണം. മനസ്സിലായില്ലേ? മനസ്സുകൊണ്ട് അതിലൊന്ന് ലയിക്കുക. മനസ്സ് അതിലൊന്ന് ലയിക്കുക. മനസ്സൊന്ന് നിശബ്ദമാകുക. എന്നിട്ട് ഭദ്രകാളിയെ നമഃ എന്ന് പറയുക. ഇപ്പോൾ കൊണ്ട് ജപിക്കുമ്പോഴാണെങ്കിൽ ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയെ നമഃ അങ്ങനെ ജപിക്കുക. ആ ഹ്രീമിലൊന്ന് മനസ്സ് ലയിക്കണം. ഇനി മനസ്സ് ജപിക്കുവാണെങ്കിലും അങ്ങനെ തന്നെ ഓം ഐം ക്ലീം സൗ എന്ന് നമ്മൾ ജപിച്ചു കഴിഞ്ഞ് ഹ്രീം എന്ന് പറയുമ്പോൾ ഒന്ന് മനസ്സുകൊണ്ട് ഇച്ചേരെ ഒന്ന് ലയിച്ചിരിക്കുക. എന്നിട്ട് ഭദ്രകാളിയെ നമഃ എന്ന് പറയാം. ഇങ്ങനെ ജപിക്കണം. ഇവിടെയാണ് അതിൻ്റെ കളി കിടക്കുന്നത്. ഇവിടെയാണ് അതിൻ്റെ രഹസ്യം കിടക്കുന്നത്. മന്ത്രങ്ങൾ എല്ലാവർക്കും അറിയാം. എല്ലാവരും മന്ത്രങ്ങൾ ജപിക്കുന്നുണ്ട്. മന്ത്രം നിങ്ങളുടെ ജീവിതത്തെ മാറ്റണമെങ്കിൽ, നിങ്ങളുടെ ബോധത്തെ ഉണർത്തണമെങ്കിൽ അതിനുള്ള വിദ്യ അറിയണം. ആ വിദ്യ പറഞ്ഞാണ്. ഇത് ആരും ലോകത്ത് പറഞ്ഞു തരത്തില്ല. ഇങ്ങനെ നിങ്ങൾ ആ മന്ത്രം ജപിച്ചു നോക്കാൻ അത് ഫലം ഉണ്ടാവും.
നിങ്ങളുടെ ജീവിതം മാറും, നിങ്ങളുടെ ദുരിതങ്ങൾ മാറും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തായാലും ന്യായമായിട്ട് സത്യസന്ധമായിട്ടുള്ള ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുമെന്നുള്ളതാണ്. നിങ്ങളുടെ ദുരിതങ്ങളെല്ലാം മാറും. അപ്പോൾ ഇത് 7 വെള്ളിയാഴ്ചയും ഇത് ചെയ്യണം, 7 കറുത്തവാവും ചെയ്യണം. മനസ്സിലായല്ലോ? അപ്പം ഈ പറ്റുന്ന പോലെ 7 വെള്ളിയാഴ്ച 7 കറുത്തവാവും നിങ്ങൾ ദാനധർമ്മങ്ങൾ പറ്റുന്ന പോലെ ചെയ്യണം. ആരെയും ദുഷിക്കരുത്, ആരെയും കളിയാക്കരുത്, പൊങ്ങച്ചം പറയരുത്, അഹങ്കാരം ഉണ്ടാകരുത്. ഇനിയിപ്പം മറ്റുള്ളവരെ കുറ്റം പറയണമെന്ന് നിർബന്ധമുള്ളവർ വേറൊരു ദിവസം കുറ്റം പറഞ്ഞു, വെള്ളിയാഴ്ച അങ്ങ് അവധി കൊടുക്കുക. ചിലർക്ക് കുറ്റം പറയാതിരിക്കാൻ പറ്റത്തില്ല, ചുമ്മാ ഇരുന്നാലും കുറ്റം പറയണം. അങ്ങനെയുള്ളവർ ഈ 7 വെള്ളിയാഴ്ച 7 കറുത്തവാവും അവധി കൊടുത്തിട്ട് ഒരു ദിവസം അവധി എടുത്ത് കുറ്റം പറഞ്ഞു. നിർബന്ധമുള്ളവർ ഒരിക്കലും ആരെയും കുറ്റം പറയരുത് കേട്ടോ. അത് നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. അതിൻ്റെ അത് ചില കാര്യങ്ങളുണ്ട്. അതായത് പാക്കനാർ എന്ന് വെച്ചാൽ വലിയ ദിവ്യനാണ് കേട്ടോ. ഈ പാക്കനാർ ഒരിക്കൽ കുറേ ആളുകൾ തീർത്ഥാടനത്തിന് പോകുന്നത് കണ്ടപ്പോൾ അവർ കാശിയിലുമൊക്കെ പോയി ഗംഗയിലുമൊക്കെ മുങ്ങി അങ്ങനെ പ്രാർത്ഥിച്ച് പുണ്യ തീർത്ഥങ്ങളിൽ മുങ്ങി തീർത്ഥാടനം ചെയ്യാൻ പോകുന്ന ഒരു സംഘത്തെ കണ്ടപ്പം പാക്കനാർ അവരോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ ഏതായാലും പോകുന്നുണ്ടല്ലോ, ഒരു ചുവന്ന ഒരു കായ, അത് കാഞ്ഞിരത്തും കുരു ആണെന്നൊക്കെ പറയുന്നു, പല പേരുകളും പറയുന്നുണ്ട്. എന്തായാലും ചുവന്നതല്ല, ഈ ചുവയ്ക്കുന്ന കയ്പുള്ള ഒരു കായ, കാഞ്ഞിരത്തും കുരുവാണെന്നാണ് പല കഥകളിലും പല ഇതാ പറയുന്നത്. കാഞ്ഞിരത്തും കുരു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ചുവപ്പുള്ള ഒരു അത്രയും മനസ്സിലാക്കുക. അത് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പോകുന്ന പുണ്യതീർത്ഥങ്ങളിലെല്ലാം ഇതൊന്ന് പൊക്കി പ്രാർത്ഥിച്ചിട്ട് വരണം. ഈ കാഞ്ഞിരത്തും കുരു അല്ലെങ്കിൽ ചൊവയുള്ള ഈ കായ ഒന്ന് ആ പുണ്യതീർത്ഥത്തിലൊന്ന് മുക്കിയിട്ട് എടുത്ത് പ്രാർത്ഥിച്ചിട്ട് പോരണമെന്ന് പറയും. തിരിച്ചവർ നാട്ടിൽ വന്നിട്ട് കാക്കനാരെ കണ്ടു. അപ്പം കാക്കനാരുടെ ഈ കാഞ്ഞിരത്തും കുരു കൊടുത്തു. അപ്പം കാക്കനാരൊന്ന് സന്തോഷത്തോടെ മേടിച്ചിട്ട് അത് രുചിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ കയ്പ് മാറിയിട്ടില്ല. അപ്പം പുള്ളി ഭയങ്കര ദിവ്യനാണ്. അദ്ദേഹം പറഞ്ഞു, ഇപ്പം ഈ കാഞ്ഞിരത്തും കുരുവിൻ്റെ പോലും കയ്പ് മാറിയിട്ടില്ല, പിന്നെ മനസ്സിൽ മുഴുവൻ അസൂയയും കുശുമ്പും വിദ്വേഷവും ഒക്കെ ഉള്ള ആളുകൾ ഈ പുണ്യതീർത്ഥത്തിൽ പോയി മുങ്ങിയ അവരെങ്ങനെ മാറുന്നു എന്ന് പറഞ്ഞ പോലാണ് നമ്മളൊക്കെ പല പ്രാർത്ഥനകളും പല പുണ്യ തീർത്ഥ സ്ഥലങ്ങളിലും ഒക്കെ പോകുന്നുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കുമ്പോഴേ മാറ്റം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ 7 വെള്ളിയാഴ്ച 7 കറുത്തവാവിനൊന്നും ആരെയും കുറ്റം പറയരുത്. ഒരാളെ കുറ്റം പറയുമ്പോൾ അല്ലെ ഒരാളെ കുറിച്ച് കുറ്റം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സാണ് ദൂഷിക്കുന്നത്. അവർക്കൊന്നും പോകാനില്ല, അവരറിയത്ത് പോലുമില്ല. ചിലപ്പോൾ നമ്മൾ ഒരാളെ കുറിച്ച് മോശമായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി അറിയത്ത് പോലുമില്ല. നമ്മുടെ മനസ്സാണ് മലിനമാകുന്നത്. ഒരാളെ കുറിച്ച് മോശം പറയുമ്പോഴും നമ്മൾ തന്നെയാണ് ദൂഷിക്കുന്നത്, നമ്മുടെ മനസ്സ് തന്നെയാണ് ദൂഷിക്കപ്പെടുന്നത്. പിന്നെ പൊങ്ങച്ചം, അഹങ്കാരം, ഇതൊക്കെ മനസ്സിനെ ദുഷിപ്പിക്കുന്ന മാലിന്യങ്ങളാണ്. ഇതെല്ലാം ഒഴിവാക്കണം. അപ്പോഴാണ് ആന്തരിക ശുദ്ധി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോയി ഒരു വഴിപാട് ചെയ്താലും ഒരു പ്രാർത്ഥന ചെയ്താലും ഒക്കെ മാറ്റം ഉണ്ടാകും. അത് നമ്മുടെ ജീവിതത്തിലും തൊഴിലിലും നമ്മുടെ കുടുംബത്തിലും എല്ലാം അത് പ്രതിഫലിക്കും. അപ്പോഴാണ് മാറ്റം ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മൾ ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യമില്ല, ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതാണ്. പിന്നെ ഈ ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയ നമഃ എന്നുള്ള മന്ത്രം നിങ്ങളുടെ ചക്രാസിനെ, നമ്മുടെ ഉള്ളിലെ ഊർജ കേന്ദ്രങ്ങളാണ് ചക്രാസ്. അതായത് വലിയ ചക്രമൊന്നുമല്ല, എനർജി പോയിന്റ്സ്. അത് നമ്മുടെ ഉള്ളിലെ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, ഇങ്ങനെ എനർജി പോയിന്റ്സ് ഉണ്ട് ഈ നട്ടലിൻ്റെ താഴേന്ന് മേളിലോട്ട്. ആ എനർജി പോയിന്റ്സ് അത് തന്നെയാണ് സൂക്ഷ്മ ശരീരം. അവിടെ ശുദ്ധീകരണം നടക്കും. നിങ്ങളുടെ നിങ്ങളുടെ പാപങ്ങൾ മാറും, കർമ്മദോഷങ്ങൾ, നിങ്ങളുടെ ശുദ്ധ ഈശ്വര്യമായ നല്ല അനുഗ്രഹം വരും. അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ദുരിതങ്ങൾ വിട്ടുപോകും. അതുകൊണ്ടാണ് ഈ മന്ത്രം ഇങ്ങനെ ജപിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. ഹ്രീമിന് പ്രത്യേക ശക്തിയുണ്ട് ജീവിതം മാറ്റാൻ. ഭുവനേശ്വരി ബീജമാണ്, ശക്തി ബീജമാണ്. ഹ്രീമിനെ കുറിച്ച് ഒരുപാട് രഹസ്യങ്ങളുണ്ട്, എല്ലാം പറയാൻ പറ്റത്തില്ല. അതിനകത്തെല്ലാം ഉണ്ട്. ഹ്രീമിനെ പിരിക്കുമ്പം അതിനകത്തെല്ലാം ഉണ്ട്. അതിപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, നിങ്ങൾക്ക് അത് ജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യും ഈ പറഞ്ഞ കാര്യങ്ങൾ. അപ്പം ഇത്
നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ സകല ദുരിതങ്ങളും മാറുവാനും കടബാധ്യതകളെ, പ്രശ്നങ്ങളെ, ഒക്കെ നിങ്ങളെ കേസ് ഒക്കെ ഉണ്ട് എല്ലാം മാറി കിട്ടുവാനും ഭദ്രകാളിയമ്മ ഇങ്ങനെ വിളിച്ചാൽ അത് ഉപകരിക്കും. പിന്നെ വേണമെന്നുള്ളവർക്ക് വീണ്ടും കറുത്തവാവുകൾ തോറും ആവർത്തിക്കുക. പിന്നെ വെള്ളിയാഴ്ചകൾ തോറും നെയ്വിളക്ക് തെളിയിക്കുക. ഒരു കുഴപ്പമില്ല, ഐശ്വര്യം കൂടിക്കൂടി വരത്തേ ഉള്ളൂ. പിന്നെ 7 കറുത്തവാവ് കൂടുമ്പോൾ ഒരു കറുത്തവാവിന് ഈ സെറ്റ് മുണ്ടും ഒക്കെ കൊടുത്താൽ മതി കേട്ടോ. അത് 7 കറുത്തവാവ് കൂടുമ്പോൾ ഒരു കറുത്തവാവിന് ചെയ്താൽ മതി. ഇനിയും ചിലർ പറയും, സാറേ എനിക്ക് സമയമില്ല, രാവിലെ ചെയ്താൽ മതിയോ? ഞാൻ പറയുന്നത് വ്യക്തമായിട്ടാണ് പറയുന്നത്. എനിക്ക് ഒരൊറ്റ ബുദ്ധിയിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പെട്ടെന്നൊരു മാറ്റമാണെങ്കിൽ വൈകിട്ട് തന്നെ ചെയ്യണം. ഇനി അതല്ല, ഇപ്പം പതുക്കെ മതിയെന്നുണ്ട്, രാവിലെ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് വൈകിട്ട് ചെയ്യാൻ സമയമില്ല, നിങ്ങളുടെ സാഹചര്യം അതാണ്, രാവിലെ ചെയ്താലും നമുക്ക് പറ്റുന്ന പോലെയല്ലേ ചെയ്യാൻ പറ്റും. രാവിലെ ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ വൈകിട്ട് ചെയ്താൽ പെട്ടെന്ന് ഫലം കേട്ടോ. അതാണ് വ്യക്തവും കൃത്യവുമായിട്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ സംശയമൊന്നുമില്ല, ഉറച്ച മനസ്സോടുകൂടിയാണ് പറയുന്നത്. കാരണം അത് കറക്റ്റാണ്, അത് കൃത്യമാണ്. അത് ചെയ്താൽ ജീവിതം മാറും. അപ്പം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുത്തും. ഇനി ഒരു അത്ഭുതകരമായ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് ഈ സന്യാസിവര്യന്മാര്, ഋഷിവര്യന്മാര്, അവരുടെയൊക്കെ ഒരു രഹസ്യം എന്ന് പറഞ്ഞാൽ അവർ 12 വർഷം അവർ ജപം, ധ്യാനം, അങ്ങനെ ചില വിദ്യകളായിരിക്കും. ഒരു വർഷം മൗനമായിരിക്കും. ഈ മൗനത്തിൽ എല്ലാ കാര്യങ്ങളും അവർക്ക് കിട്ടുന്നത്. മൗനത്തിന് ഒരുപാട് ശക്തിയുണ്ട്. മൗനം വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലേക്ക് മനസ്സ് പോകുന്നതാണ് മൗനം. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ആന്തരികമായ ഒരു ശക്തിയുണ്ട്, ഒരു 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 ബോധമുണ്ട്. നിങ്ങളുടെ ഉള്ളിലൊരു ആ ഈശ്വരീയ ബോധമുണ്ട്. ആ ബോധത്തിലേക്ക് മനസ്സ് മൗനത്തിലിരിക്കുമ്പോഴാണ് കൂടുതൽ പോകുന്നത്. അതുകൊണ്ടാണ് ഋഷീശ്വരന്മാരൊക്കെ അവർ നിർബന്ധമാണ് മൗനം 1 വർഷം അവർക്ക് ഉണ്ട്. അത് ഗുരുവിൻ്റെ കീഴിൽ 12 കൊല്ലം വിദ്യ അഭ്യസിക്കും, 1 കൊല്ലം മൗനം. അപ്പോൾ നിങ്ങളിപ്പോൾ അങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയുമോ? ക്ഷേത്രത്തിൽ ഒന്നുകിൽ തൊഴുത് കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ തൊഴുന്നതിന് മുമ്പ് നിങ്ങൾ ആ ക്ഷേത്രത്തിൻ്റെ അവിടെ എവിടെയെങ്കിലും ഇരുന്ന് ഒരു കുറച്ചു നേരം മൗനത്തിൽ ഇരിക്കണം. മൗനത്തിൽ ഇരിക്കണമെന്ന് പറഞ്ഞാൽ കണ്ണ് തുറന്നിരിക്കാം, പക്ഷെ നിങ്ങളുടെ മനസ്സെങ്ങും പോകരുത്. നിങ്ങൾ കാണുന്ന കാര്യങ്ങളിലേക്ക് മനസ്സ് പോകരുത്, കേൾക്കുന്ന കാര്യങ്ങളിലേക്ക് മനസ്സ് പോകരുത്. ഉള്ളിലായിരിക്കണം മനസ്സ്. മൗനത്തിൽ ഇരിക്കുക, ഒന്നും പ്രാർത്ഥിക്കേണ്ട, ഒന്നും മന്ത്രവും ജപിക്കേണ്ട, ഒന്നും വേണ്ട. ഈ മൗനത്തിൽ ഇരിക്കുക. ഒരു 15 മിനിറ്റെങ്കിലും ഇരിക്കുക, അല്ലെ 10 മിനിറ്റെങ്കിലും ഇരിക്കുക. ഇരിക്കുന്നത് ആത്മാർത്ഥമായിട്ടായിരിക്കണം. എന്നിട്ട് നിങ്ങൾ ഭദ്രകാളി അമ്മയോട് അകത്ത് കയറി ഒരു കാര്യം പറഞ്ഞു നോക്കി. ആ മൗനമുള്ള മനസ്സോടുകൂടി പറഞ്ഞു. ആ മൗനത്തിൽ ഇരിക്കുന്ന മനസ്സിൽ നിന്ന് പറയണം, സംസാരിക്കരുത്. എന്നിട്ട് വഴിപാട് ചെയ്താൽ മതിയെന്ന്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കിയേ, വല്ലപ്പോഴും എങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കിയേ, ആ കാര്യം നടന്നിരിക്കും. വിശ്വാസത്തോടെ ശരിയായിട്ട് ചെയ്താൽ അത്ഭുതമായ വിദ്യ, അത്ഭുതം. ഇത് വെള്ളിയാഴ്ചയോ കറുത്തവാവനോ ചെയ്താൽ മതി, പക്ഷെ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ടായിരിക്കണം. ഇപ്പം ചിലരുണ്ട് ഇങ്ങനെ മൗനത്തിലാണെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞിട്ട് അവരെ കണ്ണിൽ നോക്കിയാൽ മതി. ആരെങ്കിലും അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ അവിടെ വരെ പോകും കാണും, ഇവിടെ മുന്നിൽ കൂടെ ആരെങ്കിലും പോയി ഇവിടം വരെ പോകും കാണും. മൗനമാ. ആരെങ്കിലും അടുത്ത് തന്നെ ആരെങ്കിലും പറയുകയാണെങ്കിൽ ഇങ്ങനെ ചെവി ഇങ്ങനെ വെക്കും. മൗനമാ. കാരണം എവിടെ മൗനമാ? നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോയി, നോക്കുന്നിടത്ത് ആ ശ്രദ്ധ പോയി, കേൾക്കുന്നിടത്ത് ശ്രദ്ധ പോയി, പിന്നെ എന്നാ മൗനമാണ്? ഒരു കാര്യമില്ല. ചിലർ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ചിലർക്ക് ചില വിദ്യകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലർ ചെയ്യുന്ന പരിപാടികൾ ഇങ്ങനെയാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്താലേ ഫലം ഉണ്ടാകത്തുള്ളൂ. ഒരു യാന്ത്രികമായിട്ട് പേരിന് വേണ്ടി ചെയ്തിട്ട് കാര്യമില്ല. മനസ്സ് കാണുന്ന കാര്യങ്ങളിൽ പോകരുത്, കേൾക്കുന്ന കാര്യങ്ങളിൽ മനസ്സ് പോകരുത്. മനസ്സുള്ളിലായിരിക്കണം. മുന്നിൽ കൂടെ പലരും നടന്നു പോകും. ചിലപ്പം ആരെങ്കിലും മുന്നിൽ കൂടെ നടന്നു പോകുമ്പോൾ പെണ്ണുങ്ങളാണെങ്കിൽ അവർ നല്ല സാരിയാണ് കൊടുത്തിരിക്കണമെങ്കിൽ ഇങ്ങനെ നോക്കും, ഇങ്ങനെയൊക്കെ നോക്കും. ഇനിയിപ്പം അതിനെങ്കിലും അടുത്ത് ആരെങ്കിലും പറയുവാണെങ്കിൽ ഇങ്ങനെ ശ്രദ്ധിക്കും. അങ്ങനെയൊക്കെ ഇരുന്നിട്ട് നമ്മുടെ ഉള്ളിൽ ആ ശ്രദ്ധ കിട്ടത്തില്ല. നമ്മൾ ചെയ്യുന്ന, ഞാൻ ഫലം കിട്ടാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ, മറ്റൊന്നിനു വേണ്ടിയല്ല. പിന്നെ പുരുഷന്മാരാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ അവരെന്നെ എടുക്കുമെന്ന് അറിയുമോ? പരിചയമുള്ളവർ മുന്നിക്കോട്ട് പോകുമ്പോൾ ഇങ്ങനെ കാണുമെന്ന് ചോദിച്ചു. പിന്നെ ഇങ്ങനെ ഈ പിരികം കൊണ്ട് ഇങ്ങനെ വെക്കും. എന്നാ ഉണ്ടെന്നാ ചോദിക്കുന്നത്. ആ ശ്രദ്ധ എവിടെ പോയില്ലേ? നമ്മളൊന്നും ഒരാക്ഷരം കാണിക്കണ്ട. നമ്മൾ ആ മനസ്സിൽ മൗനത്തിൽ ഇരുന്നിട്ട് ഒരു മന്ത്രം ജപിക്കേണ്ട. അകത്ത് കയറി ദേവിയോട് കാര്യം പറയാം, എനിക്ക് നടത്തി തരണമെന്ന് പറയാം. എന്നിട്ട് വഴിപാട് വെച്ചാൽ മതി.
അച്ചട്ട നടന്നിരിക്കും. ഇത് എപ്പോഴും ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ഒരു കറുത്തവാവനോ അല്ലെങ്കിൽ നിങ്ങളുടെ പക്കനാളിനോ ഒക്കെ ചെയ്യാം. എന്നിട്ട് വെളിയിൽ ഇറങ്ങി റെസിപ്റ്റ് എടുത്താലും മതിയെന്നേ. അതിനൊന്നും കുഴപ്പമില്ലല്ലോ. നമ്മൾ ഈ കാര്യം പറഞ്ഞിട്ട് വെളിയിൽ ഇറങ്ങി റെസിപ്റ്റ് എടുത്ത് വഴിപാട് ചെയ്താലും മതി. പറഞ്ഞ് മനസ്സിലായി. രഹസ്യ ഒരു വിദ്യയാണത്. പിന്നെ ആ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഉടനെ ചിന്തിക്കരുത് കേട്ടോ, മറന്നേക്കണം. പിന്നെ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കരുത്. അത് നടക്കുമോ എന്ന്. അങ്ങനെ ചിന്തിച്ചാൽ ഫലം കിട്ടത്തില്ല. ദേവിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് മറന്നേക്കണം. ഈ മൗനത്തിന് ഒരുപാട് ശക്തിയുണ്ട്. ഈ മൗനം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുക. മൗനം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുക. അത്ഭുതമായ കാര്യം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക. പിന്നെ ഞാൻ ഈ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ പല അബദ്ധങ്ങളും പറ്റാറുണ്ട്. അപ്പം ഈ അബദ്ധങ്ങൾ എല്ലാവർക്കും ചെറുപ്പത്തിൽ ഓരോ അബദ്ധങ്ങളൊക്കെ പറ്റും. ഈ അബദ്ധങ്ങൾ പറ്റുമ്പോൾ നമ്മൾ ശരിക്കും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പാഠങ്ങൾ പഠിക്കുന്ന അബദ്ധങ്ങളിൽ നിന്നാണ്. മനസ്സിലായില്ലേ? അബദ്ധങ്ങളിൽ നിന്നാണ് നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ പല അബദ്ധങ്ങളും പറ്റും. നമ്മളതൊരു മോശം കാര്യമായിട്ട് വെച്ചാൽ അറിഞ്ഞുകൊണ്ട് അബദ്ധത്തിൽ പോയി ചാടരുത്, അല്ലാതെ അബദ്ധങ്ങളും ഒക്കെ പറ്റും. അതൊരു മോശം കാര്യമായിട്ട് കാണണ്ട. അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോഴത് ജീവിതത്തിൽ ഉപകാരപ്പെടും. ഇപ്പം ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾക്ക് പഠിക്കുന്ന സമയം, സ്കൂളിൽ പഠിക്കുന്ന സമയം, ആ സമയത്ത് ഞാൻ ഈ നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഞാനിടയ്ക്ക് ഞങ്ങളൊന്നിച്ച് ആ സ്കൂളിലൊക്കെ പഠിച്ചതൊക്കെ. അപ്പം ഞാനിടയ്ക്ക് ആ സുഹൃത്തിനെ കാണാൻ ചൊല്ലും. പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ സുഹൃത്ത് എന്നോട് പറയുന്നു, ഒരു രസകരമായ ഒരു അനുഭവം ആണ് ഞാൻ പറയുന്നത്. അപ്പം ഈ സുഹൃത്ത് എന്നോട് പറഞ്ഞു. അപ്പോൾ ഈ സുഹൃത്ത് ഞാൻ ചെന്നപ്പം അദ്ദേഹം മുഖത്ത് കസ്തൂരി മഞ്ഞൾ തേച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവരുടെ വീട്ടിലപ്പോൾ ആരുമില്ല. അപ്പം പണിക്ക് പോകും, അമ്മ അങ്ങോട്ട് പോയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ചുമ്മാ ചെന്ന് വർത്താനം പറയും, ഞങ്ങൾ അവിടെ നിന്ന് ഓരോന്ന് കളിക്കും, അങ്ങനെയൊക്കെ ചെയ്യും. കുട്ടിക്കാലമാണല്ലോ. അപ്പോഴത്തേന് ഈ സുഹൃത്ത് എന്നോട് പറഞ്ഞു, കസ്തൂരി മഞ്ഞളാണ് പുള്ളി തേച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാ ഇത് എന്നാത്തിനാണ് തേക്കുന്നത്? പുള്ളി പറഞ്ഞു, തേക്ക് നല്ലതാണ്, മുഖത്തിന് കുരുക്കളൊക്കെ ഉണ്ട് പോകും, നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പുള്ളിയോട് ചോദിച്ചു, ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കേൾക്കുന്നത്. ഞാൻ ചോദിച്ചു, ശരിയാണോ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, ശരിയാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് കൂടി ചെറുത്ത് തരാമോ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, ഉടനെ പുള്ളി കുറച്ചെടുത്തിട്ട്, ഇത്രയേ ഉള്ളൂ, ആരോടും പറയരുതെന്ന് പറഞ്ഞ് എനിക്ക് തന്നു. എന്നോട് പറഞ്ഞു, കിടക്കാൻ നേരത്ത് തേച്ചിട്ട് കിടക്കണമെന്ന് പറഞ്ഞു, നല്ലതെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ പഠിക്കുന്ന സമയത്ത് ഈ കുട്ടികളൊക്കെ ആരെന്നാ പറഞ്ഞാലും അങ്ങ് വിശ്വസിക്കും. അങ്ങനെ ഒരു കാലഘട്ടമാണല്ലോ. അപ്പം ഞാൻ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറച്ചുകൂടെ അവർ ചിന്തിക്കുന്ന, നമ്മുടെയൊക്കെ പ്രായത്തിൽ അങ്ങനെ പറഞ്ഞാൽ വിശ്വസിക്കും. അപ്പം ഞാൻ ഏതായാലും പോയി, ഞാൻ എന്നെ അടുത്ത് വൈകുന്ന പാട് എന്നോട് പറഞ്ഞു, ആരോടും പറയാതെ ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് മുഖത്ത് അരച്ച് ഇട്ടിട്ട് കിടന്നാൽ മതി, മുഖത്തിനൊക്കെ ഒരുപാട് ത്വക്കിന് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയെല്ലാം കടന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ എഴുന്നേറ്റിട്ട് അരകലിൻ്റെ അവിടെ വന്ന് രാത്രി പതുക്കെ അരയ്ക്കാൻ തുടങ്ങി, ശബ്ദം ഉണ്ടാക്കാതെ. അരച്ചു കഴിഞ്ഞ് ഞാൻ പതുക്കെ ആരും കാണാതെ ഇതെല്ലാം എടുത്ത് മുഖത്തെല്ലാം തേച്ചു എന്നിട്ട് പുതച്ച് മുടിയാൻ കിടന്നു. അപ്പം നമ്മുടെ വിചാരം നമ്മൾ വലിയ മിടുക്കനാണെന്നോ ബുദ്ധിപരമായിട്ട് എന്തോ കാര്യങ്ങൾ കാണിക്കുമോന്നൊക്കെയാണ് മനസ്സിൽ കിടക്കുന്നത്. അപ്പം ഞാൻ മുഖത്തെല്ലാം ഇങ്ങനെ ശരി അങ്ങ് തേച്ചു. കാരണം ശരിക്കും അങ്ങ് തേച്ചു, ശരിക്കും അങ്ങ് പിടിക്കട്ടെ എന്ന് വിചാരിച്ചു. നല്ല മുഖത്തങ്ങ് വാരി തേച്ചു എന്നിട്ട് പുതച്ച് മുടിയാൻ കിടന്നു. പക്ഷേ നമ്മൾ പലതും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, പലതും കണക്കൂട്ടലുകൾ തെറ്റും. അപ്പോൾ വൈകുന്ന പാട് പാതിരാത്രി ആയപ്പം ഫാദർ മൂത്രം ഒഴിക്കാൻ വേണ്ടി എഴുന്നേറ്റു കഴിഞ്ഞപ്പോൾ ഞാനും പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് കഴിഞ്ഞ് മൂത്രം ഒഴിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പം മുഖത്ത് ഈ തേച്ചേക്കുന്ന കാര്യം മറന്നുപോയി. ഞാനിങ്ങനെ എഴുന്നേറ്റ് വന്ന് ഫാദറിനെ കണ്ടു. അപ്പോൾ ഫാദർ കഥ പറഞ്ഞു വന്നപ്പോൾ ഞാനും മൂത്രം ഒഴിക്കാൻ വേണ്ടി എഴുന്നേറ്റ്, ഫാദർ ലൈറ്റ് ഇട്ടു. അപ്പോഴേ പെട്ടെന്ന് പിന്നെ എന്നെ കണ്ടു. അപ്പം ഞാനിങ്ങനെ മുഖത്തോട് നോക്കി ഇങ്ങനെ ചിരിച്ചു. തന്നെ എൻ്റെ മുഖത്ത് തന്നെ ഇരിക്കുന്നതാണ്. പുള്ളി ഒരൊറ്റ അലർച്ചയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പുള്ളി ശരിക്കും പേടിച്ചു പോയി. അന്ന് എനിക്ക് നല്ല തല്ല് കിട്ടി. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ കുട്ടികൾക്ക് ഈ ചെറുപ്പത്തിലെ പല കൗതുകങ്ങൾ തോന്നും, അവർ കൂട്ടുകാർ പറയുന്ന അവർക്കല്ല. ആ സമയങ്ങളിൽ നമ്മൾ കുട്ടികളെ
അവരുടെ പല അബദ്ധങ്ങളും ചെയ്യും, മണ്ടത്തരങ്ങളും ഒക്കെ ചെയ്യും. അപ്പം നമ്മൾ അവരുടെ വഴക്ക് പറയേണ്ട സമയത്ത് വഴക്ക് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. അത് അവർക്ക് എനിക്കത് നല്ല തല്ല് കിട്ടി. പക്ഷെ പിന്നെ അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ നമ്മുടെ ആ സുഹൃത്ത് പറയുന്ന എൻ്റെ ഇതുപോലുള്ള കാര്യങ്ങളുടെ പുറകെയൊന്നും പോയിട്ടില്ല. അപ്പോൾ ഓരോന്നും ഓരോ പാഠങ്ങളാണ്. ഇപ്പം ഇപ്പോഴത്തെ കുട്ടികളെയൊക്കെ ആണെങ്കിൽ ഒന്ന് വഴക്ക് പറയുകയാണെങ്കിൽ അവർ എന്നാ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അവർ ചിലപ്പോൾ അപ്പനും അമ്മയോടും മിണ്ടാതിരിക്കും, ചില വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും, അങ്ങനെയൊക്കെയാണ്. പക്ഷെ കുട്ടികളെ ഇടയ്ക്കൊക്കെ നമ്മൾ ആവശ്യത്തിന് വഴക്ക് പറയണം, അവർക്ക് വേണ്ട നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, വീട്ടിലെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അവർ മനസ്സിലാക്കണം. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിൽ ഒരുപാട് ഈ കാഴ്ചപ്പാടുകൾ ഉണ്ടാകത്തുള്ളൂ. ഇപ്പം എന്നെ അന്ന് അങ്ങനെ അച്ഛൻ വൈകിട്ട് തല്ലിയെങ്കിലും എനിക്കൊരു വിരോധവുമില്ല, അദ്ദേഹം ചെയ്തത് ശരിയാണ്. അതുകൊണ്ട് ഞാൻ ആരും പറയുന്നത് അതേപടി വിശ്വസിക്കുന്ന ആ സ്വഭാവവും അതെല്ലാം അങ്ങ് ഉപേക്ഷിച്ചു, എത്ര അടുത്ത സുഹൃത്താണേലും. അതുകൊണ്ട് നമ്മൾ ആ മണ്ടത്തരങ്ങളിൽ പോയി ചാടത്തില്ല എന്നുള്ളതാണ്. അപ്പം നമ്മുടെ വീട്ടുകാർ നമുക്ക് വേണ്ടി എന്തെങ്കിലും പറഞ്ഞാലും പറഞ്ഞു മനസ്സിലാക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയാണ്. അത് എപ്പോഴും കുട്ടികളാണേലും ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പം വീട്ടുകാരോട് അവരെന്തു പറഞ്ഞു തന്നാലും ചിലപ്പോൾ അടിക്കുമെന്നിരിക്കും, വഴക്ക് പറഞ്ഞെന്നിരിക്കും. നമ്മൾ നമ്മളെല്ലാം പല മണ്ടത്തരങ്ങളും അബദ്ധങ്ങളും കാണിക്കാറുണ്ട്, പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഞാനിത് പറഞ്ഞു തന്നെ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തെ കുട്ടികൾ പലപ്പോഴും നമ്മൾ ടി വിയിലും റേഡിയോയിലും ഒക്കെ വായിക്കും, ഒന്ന് വഴക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് അടിച്ചാൽ പോയി ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കടുക്കുകയും ചെയ്യുക, ഇതൊക്കെ നമ്മൾ പലയിടത്തും ന്യൂസിലും ഒക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നറിയോ? പെട്ടെന്ന് അവരോട് ജീവിതത്തിൽ എപ്പോഴും ദേഷ്യപ്പെടാതെ പെട്ടെന്ന് ദേഷ്യപ്പെടുമ്പോൾ അവർക്കത് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ അവർക്ക് വഴക്ക് പറയേണ്ട കാര്യങ്ങൾ വഴക്ക് പറയണം, മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയൊക്കെ ചെയ്താൽ അവർ ഒന്ന് ദേഷ്യപ്പെട്ടാലും പെട്ടെന്ന് അവർക്ക് വിഷമം തോന്നത്തില്ല. അത് ജീവിതത്തിൽ നമ്മളെപ്പോഴും കുട്ടികളെ ഒരു 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 പല കുട്ടികളെ ഞാനിന്ന് കാണുന്നുണ്ട്. രാവിലെ വീട്ടിൽ വണ്ടി വരും, വണ്ടി വന്നയച്ചു ആ വണ്ടിയിലായിരിക്കും സ്കൂളിൽ കൊണ്ടുപോകുന്നത്, സ്കൂളിൽ നിന്ന് വണ്ടിയെ വീട്ടിൽ കൊണ്ടുവരും. അപ്പോൾ ഇവർക്ക് ഈ ബസ് യാത്ര ചെയ്യുക, 10 പേരെ കാണുക, 10 പേര് ചിലപ്പം സംസാരിക്കുന്നതോ കളിയാക്കുന്നതോ ഒക്കെ കണ്ട് ചിലപ്പോൾ ഇവരെയും കളിയാക്കി, ഇതൊക്കെ ഒരു അനുഭവങ്ങളാണ്. അങ്ങനെയൊക്കെ ഒരു അനുഭവങ്ങൾ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും പറയുമ്പോൾ ഫീൽ ചെയ്യുന്നത്. ഇപ്പം ഞങ്ങളൊക്കെ പോകുമ്പോൾ ബസ്സിൽ നമ്മൾ പോകുന്നത് ഇടിയൊക്കെ കൊണ്ട് ചിലപ്പോൾ ആളുകൾ തെറി പറയും. കാരണം നമ്മുടെ ബാഗൊക്കെ കൊണ്ട് ആളുകളുടെ മുന്നേ മോന്തക്കിട്ട് ഇങ്ങനെ അറിഞ്ഞോണ്ട് വെക്കുന്നതല്ല, ഇങ്ങനെ തിരിയുമ്പോൾ ഓരോരുത്തരുടെ മോന്തയ്ക്കൊക്കെ കൊള്ളുമ്പോൾ നല്ല തെറി പറയും. ഇങ്ങനെ കേട്ടൊക്കെ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനൊരു ഒരു ഒരു ധൈര്യം വരും. അല്ലാത്ത കുട്ടികളെ ഇപ്പോൾ ഒരാൾ തെറി പറഞ്ഞാലോ ഒക്കെ അവർക്കത് ഫീലാണ്, അവർ ചിലപ്പോൾ എന്നാ ചെയ്യുന്നത് പറയാൻ പറ്റത്തില്ല. എല്ലാ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ വേണം. എന്ന് വെച്ചാൽ ഇതിനുവേണ്ടി അനുഭവങ്ങൾ ഉണ്ടാക്കുക എന്നല്ല, ജീവിതത്തിൽ നമ്മൾ പലതും കണ്ടും കേട്ടും പഠിക്കുമ്പോഴാണ് ശരിക്കും മനസ്സിന് ആ ഒരു ധൈര്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചാണെങ്കിലും ഇപ്പം ഭാര്യ എന്നെങ്കിലും ദേഷ്യപ്പെട്ടാൽ, ഭർത്താവ് എന്നെ ദേഷ്യപ്പെട്ടാൽ, ഇപ്പോഴത്തെ ഈ പഠിച്ചു വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ അപ്പോഴേ ജീവിതം വേണ്ടെന്ന് വയ്ക്കും. കാരണം ഈ വഴക്കും ബഹളവും അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും എല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. ഇതെല്ലാം കൂടെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മളാകുന്നത്. അപ്പം ഞാനത് ഓർത്ത ഒരു അനുഭവം പറഞ്ഞതേ ഉള്ളൂ. നമ്മളെപ്പോഴും നമ്മുടെ കയ്യിൽ ആരും അറിയാതെ ഇച്ചിരി പൈസ സൂക്ഷിക്കണം. അത് നൽകുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്, അത് നൽകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. ആരും അറിയാതെ ഇച്ചിരി പൈസ എപ്പോഴും കയ്യിൽ സൂക്ഷിക്കണം, ബാങ്കിൽ ഡെപ്പോസിറ്റ് ആയിട്ടോ. പക്ഷെ ഒരു കാര്യം ചെയ്യണം, ആ ഡെപ്പോസിറ്റ് ഇടയ്ക്കിടയ്ക്ക് പൈസ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് കൊണ്ട് ഇട്ടുകൊണ്ടിരിക്കണം. എങ്കിലേ അതിന് മൂവ്മെന്റ് ഉണ്ടാകത്തുള്ളൂ, എങ്കിലേ നിങ്ങളുടെ ജീവിതത്തിൽ ചലനം ഉണ്ടാകുന്നുള്ളൂ. ഫിക്സ്ഡ് ആയിട്ട് ഇപ്പോൾ ഒരു പൈസ ഇട്ട് കഴിഞ്ഞാൽ അതല്ല, അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഉള്ള പൈസ കൂട്ടിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചലനം ഉണ്ടാകത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അത് ഭയങ്കര ഒരു ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഇപ്പം നമ്മുടെ ശരീരം നമ്മളിപ്പോൾ ഒരു ദിവസം ആഹാരം കഴിച്ചില്ലെങ്കിലും വെള്ളം കുടിച്ചില്ലെങ്കിലും ഒക്കെ നമ്മൾ പിടിച്ചു നിൽക്കും. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ നേരത്തെ കഴിച്ച ആഹാരത്തിൽ നിന്നൊക്കെ ശരീരം ഊർജ്ജം സ്വീകരിച്ചിട്ടുണ്ട്, കൊഴുപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ റിസർവ് ഉണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലും ഈ പൈസയുടെ ഒരു റിസർവ് വേണം. അല്ലാന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ പെട്ടെന്നൊരു പ്രതിസന്ധികൾ വരുമ്പോൾ തകർന്നു പോകും. മനസ്സിലായില്ലേ? അത് ആരോടും പറയരുത്, പറഞ്ഞാൽ അത് ഉപകാരപ്പെടത്തില്ല. ഇച്ചിരി പൈസ ചെറുതോ വലുതോ ആയിക്കോട്ടെ, അത് കൂട്ടി കൊണ്ടുവരണം. അതുപോലെ തന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ കുടുംബ ബന്ധങ്ങൾ എപ്പോഴും വേണം. ഇപ്പൊ എല്ലാം ചെറിയ ഫാമിലിയാണല്ലോ, അണുഫാമിലികളാണ്, ചെറിയ ഫാമിലികൾ, ഒരച്ഛൻ അമ്മ മക്കൾ, ഇങ്ങനെയാണ് പോകുന്നത്. എങ്കിൽ പോലും കുടുംബത്തിൽ മറ്റുള്ളവരുമായും ബന്ധുജനങ്ങളുമായി സുഹൃത്തുക്കളുമായിട്ടൊക്കെ നല്ല ഒരു കണക്ഷൻ വേണം.
അതില്ലാത്തതാണ് ഇപ്പോഴത്തെ പല കുടുംബങ്ങളും തകരാനുള്ള ഒരു കാര്യം. നമ്മൾ പത്രത്തിലൊക്കെ വായിക്കാം, ചില കുടുംബങ്ങൾ പെട്ടെന്ന് അവർ ആത്മഹത്യ ചെയ്യുന്നു, കടക്കെണി കൊണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പത്രത്തിൽ വായിക്കാറുണ്ട്. പക്ഷേ നല്ല സുഹൃത്തുക്കളോ ബന്ധുജനങ്ങളുമായി നല്ല ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ 100 വട്ടം അവർക്ക് സഹായം കിട്ടും. അവർക്ക് നല്ല തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ പറ്റും. അങ്ങനെ പരസ്പര സഹായങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാവും. കൂടുതലും പലപ്പോഴും പറ്റുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കല്യാണം കഴിച്ചു കഴിയുമ്പം ബന്ധുജനങ്ങളുമായിട്ട് അങ്ങ് ഉടക്കും. ബന്ധുജനങ്ങളുമായിട്ട് എന്തെങ്കിലും ചെറിയ കാര്യമൊക്കെ പറഞ്ഞായിരിക്കും, അമ്മാവൻ അത് പറഞ്ഞു, ചിറ്റപ്പൻ ഇത് പറഞ്ഞു, അങ്ങനെ പറഞ്ഞ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ അങ്ങ് ഉടക്കും. നല്ല സുഹൃത്തുക്കളുണ്ട്, ചിലപ്പോൾ അവരുമായിട്ടും അങ്ങ് ഉടക്കും. ഒറ്റപ്പെടലുണ്ടാകും. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആരോടും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴാണ് പലതും മനസ്സിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കുകയും ചെയ്ത് അങ്ങനെ ചെയ്യുകയും ചെയ്ത് നമുക്ക് എന്തുണ്ടെങ്കിലും ഇന്നത്തെ കാലത്ത് നമുക്ക് ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സത്യസന്ധമായ ന്യായമായ കാര്യമാണെങ്കിൽ നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ സഹായങ്ങൾ കിട്ടും. എന്ന് വെച്ചാൽ ഈ സഹായത്തിന് വേണ്ടി ഓരോന്നും ചെയ്യണമെന്നല്ല പറഞ്ഞത്. നല്ല സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ബന്ധുക്കളോടോ ഒക്കെ ഷെയർ ചെയ്യുക. അവർക്കും ഒരാപത്ത് വരുമ്പോൾ നിങ്ങളെ സഹായിക്കണം. അങ്ങനെ ഒരു പാരസ്പര്യത്തിൽ പോയി കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട കുടുംബങ്ങളൊന്നും ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. ഇപ്പം ഒരു കുടുംബത്തിലെ പിന്നെ മക്കളാണെങ്കിൽ പോലും ചിലപ്പം ഒരു മോശം വഴി പോകുന്നത് കണ്ടാൽ ചിലപ്പോൾ ബന്ധുക്കാരായിരിക്കും, അല്ലെങ്കിൽ അയൽപക്കക്കാരായിരിക്കും, അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരിക്കും വന്ന് പറയും. അപ്പോൾ അത് തിരുത്താൻ പറ്റും. ഇപ്പം അയൽപക്കക്കാരും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ആയിട്ട് മോശമായിട്ടുള്ള ഒരു പിണക്കത്തിലാണെങ്കിൽ വീട്ടിലെ ആ പയ്യനെ തെറ്റായ രീതിയിൽ പോയി ആരും മിണ്ടാനും പോകത്തില്ല. പറഞ്ഞാൽ മനസ്സിലായോ? അതുകൊണ്ട് ഒരുപാട് ദോഷങ്ങളുണ്ട്. നമ്മൾ ആരോടും പിണങ്ങിയിരുന്നിട്ട് ഒരു ഗുണവുമില്ല. എന്നാൽ എല്ലാവരോടും സ്നേഹത്തിൽ പോയ ഒരുപാട് ഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും. കാരണം നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോൾ നമുക്കും അവരെ സഹായിക്കുകയും കുടുംബങ്ങളെല്ലാം കൂടെ ഒത്തുചേരുകയും എല്ലാവരോടും അമ്പലത്തിൽ പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ആ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. പലപ്പോഴും ഒറ്റപ്പെടലാണ് ഏറ്റവും വലിയ പ്രശ്നം. നിസാര കാര്യങ്ങൾക്ക് ഈ പിണങ്ങുന്നത്. ഇപ്പം ചിറ്റപ്പൻ അത് പറഞ്ഞു, കൊച്ചച്ഛൻ അത് പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞ് ഞാനോ നീയോ വലുതെന്നൊക്കെയുള്ള ഇതൊക്കെ നിസാര കാര്യങ്ങളാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതൊക്കെ ഒഴിവാക്കാൻ ശ്രമിച്ച് ബന്ധുജനങ്ങളുമായി എപ്പോഴും നല്ലൊരു ഐക്യത്തിലായിരിക്കണം. നല്ല സുഹൃത്തുക്കളുമായി എപ്പോഴും ഒരു ഐക്യത്തിലുണ്ടാകണം. നമുക്ക് അയൽപക്കക്കാർ ഏറ്റവും അത്യാവശ്യമാണ്. നമുക്ക് ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും ഉണ്ടേ പോലും പെട്ടെന്നൊരു ആപത്തുണ്ടായാൽ ചിലപ്പോൾ ഓടി വരുന്ന അയൽപക്കക്കാരായിരിക്കും. പല വീടുകളിലും പല പ്രശ്നങ്ങളും നടക്കുമ്പം ആരും ഇടപെടാത്തതിൻ്റെ ഒരു കാര്യം അയൽപക്കക്കാരുമായിട്ട് നല്ലൊരു ബന്ധമല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കും ഒരു പ്രശ്നമല്ലേ, അവരെ ഹെൽപ്പ് ചെയ്യണം എന്ന് വെച്ചാൽ ഒരാളുടെ ജീവിതത്തിലേക്ക് നമ്മൾ തള്ളി കയറണമെന്നല്ല പറഞ്ഞ് മാന്യമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാം. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എനിക്ക് തോന്നിയ ചില നല്ലതെന്ന് തോന്നിയ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് സ്വീകരിക്കാം, അല്ലെങ്കിൽ തള്ളിക്കളയാം.